അമേരിക്ക 2 കപ്പലുകളെ പസഫിക് സമുദ്രത്തിൽ വെച്ച് അപകടത്തിലാക്കുകയും നാമാവിശേഷമാക്കുകയും 5 ആളുകളെ കൊന്നുകളയുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പ്രത്യേക ഒരു ന്യായീകരണമോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിശകലനമോ ഒന്നും ട്രംപിൻ്റെ ഭാഗത്തുനിന്നോ വാഷിങ്ടൻ്റെ ഭാഗത്തുനിന്നോ പെൻഗണിൻ്റെ ഭാഗത്തുനിന്നോ ഒന്നും ഈ സമയം ഇതുവരെ ഉണ്ടായിട്ടില്ല. അവരാകെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതൊക്കെ ലഹരി പദാർത്ഥങ്ങൾ, ഡ്രഗ്സുകൾ കൊണ്ട് നടക്കുന്ന അപകടം പിടിച്ച കരിയറുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളവിടെ മുക്കിക്കളഞ്ഞത്. അതിലുള്ള തൊഴിലാളികളെ നിഷ്കരണം വധിക്കാനും കാരണം, ലോകത്തിന് അസമാധാനം പടരാൻ കാരണം അത്രമേൽ മയക്കുമരുന്ന് വിപണനം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. വെനിസ്വേലൻ രാജ്യം ഇത്രമേൽ അപകടത്തിലായാൽ അതിൻ്റെ ഒരു പ്രത്യേക ഒരു പ്രതിസന്ധി അമേരിക്ക കൂടി ഉണ്ടാകുമെന്നുള്ള പുതിയ കണ്ടുപിടുത്തമാണ് ഞങ്ങളിങ്ങനെ ഒരു അറ്റാക്ക് ചെയ്യാൻ കാരണം. ശരിക്കും പറഞ്ഞാൽ കടൽ കൊള്ളക്കാരായി മാറിയിരിക്കുന്നു അമേരിക്കൻ ഭരണകൂടം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന തെളിവുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്നാമ്പുറത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു ബ്ലൂ പ്രിൻ്റ് പുറത്തു വരാൻ പോകുന്നുണ്ട്. അഥവാ ഒരു പുസ്തകത്തിൻ്റെ ഉള്ളടക്കങ്ങളെ പ്രത്യക്ഷത്തിൽ കൊണ്ടുവരുമെന്നും ലോകത്ത് ഏതൊക്കെ ലോകരാജ്യത്തിൻ്റെ ആളുകളൊക്കെ അതിൽ അടിമപ്പെട്ടു പോയിട്ടുണ്ട്, ആ ലൈംഗികതയ്ക്ക് ഇരയായിട്ടുണ്ട്, അതല്ലെങ്കിൽ മറ്റാളുടെ കുയിൽ ചാടിച്ചിട്ടുണ്ട്. ആ ബുക്കിൻ്റെ പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല. ആ ബുക്കിൻ്റെ ഉള്ളടക്കങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടാണ് 2ാമത്തെ ഊഴത്തിൽ ട്രംപ് ഭരണം പിടിക്കുന്നത്. ഇന്നേക്ക് ഈ സമയം വരെ അതുണ്ടായിട്ടില്ല. പക്ഷേ അവിടുത്തെ കോടതി പറയുന്നുണ്ട് അതിൻ്റെ ഉള്ളടക്കം പുറത്തുവിടേണ്ടതുണ്ട്, അത്യാവശ്യമാണെന്നുള്ളത്. അതിൻ്റെ ശ്രദ്ധ തിരിക്കാനും കൂടിയിട്ടായിരിക്കണം ഒരു പക്ഷേ വെനിസ്വേല ഒരു പ്രശ്നത്തിനും നിൽക്കാത്ത ആ രാജ്യത്തിൻ്റെ കപ്പലുകളെയും എണ്ണ ടാങ്കറുകളെയും അവിടത്തേക്ക് വരുന്ന ബോട്ടുകളെയൊക്കെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ തകർത്ത് തരിപ്പണമാക്കുന്നത് എന്നാണ് പൊതുവെ അടക്കം പറച്ചൽ. തീർത്തും അങ്ങനെയാകാനാണ് സാധ്യത. ഇവൻ്റെ ഇമേജ്, അതുപോലെ തന്നെ ലോകരാജ്യത്തിൽ വിലസി നടക്കുന്ന ഒട്ടേറെ ആളുകളുടെ ഇമേജിനൊക്കെ വലിയ രൂപത്തിൽ കോട്ടം തട്ടുന്ന ഒരു പ്രത്യേക ഒരു പുസ്തകം, അതിൻ്റെ ഉള്ളടക്കം പുറത്തേക്ക് വന്നാൽ പ്രായം തികയാത്ത ആളുകളെ, പെൺകുട്ടികളെ പോലും ക്രൂരമായിട്ട് ബലാത്കാരം ചെയ്തു എന്ന് പറയുന്ന ഉള്ളടക്കങ്ങൾ പുറത്തേക്ക് വരുന്നു. ആരൊക്കെയാണ് അതിൻ്റെ പിന്നണി പ്രവർത്തകർ, അതിന് കൂട്ടുനിന്നവർ എന്നൊക്കെയുള്ള വലിയ ഒരു അർത്ഥഗർഭമായിട്ടുള്ള ആശയങ്ങളുള്ള അല്ലെങ്കിൽ പേര് വിവരങ്ങളുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ വിവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുറത്തേക്ക് വരുത്ത് എത്രയും പെട്ടെന്ന് തടഞ്ഞു നിർത്തൽ അത്യാവശ്യമാണ്. അതുകൊണ്ടൊരു യുദ്ധം അനിവാര്യമാണ് എന്ന കണ്ടെത്തൽ ഒരു പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ആ സംഭവം കുറേയും കൂടി വൈകിപ്പിക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പയറ്റുന്നതിൻ്റെ ഭാഗമാണ് വെനിസ്വേലയിലെ കപ്പൽ ജോലിക്കാരും കപ്പലുകളും നാമാവിശേഷമാകാൻ ഈ ഒരു തിടുക്കം കാണിച്ച അമേരിക്കൻ ഭരണകൂടം എന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താണെങ്കിലും അത്യത്ഭുതമായിട്ട് പറയാനുള്ളത്, ഇതെല്ലാം അവസാനിപ്പിക്കുന്ന അമേരിക്ക എന്നേക്കുമായി ആർക്കുമല്ല ഒരു പ്രതാപമില്ലാത്ത രാജ്യമായി വരാൻ ഏറെക്കാലം ഇനി എടുക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിലും ഈ വെനിസ്വേല കപ്പലുകൾ തകർത്തതിന് ലോകമെമ്പാടും ആളിപ്പടരുന്ന വികാരമാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. അതിൽ ട്രംപിനൊരു മറുപടി പറയാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ട്രംപ് വീണ്ടും കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. കാത്തിരുന്ന് കാണാം ട്രംപിൻ്റെ അടുത്ത വിശേഷങ്ങൾ. കാരണം ലക്ക് കെട്ട അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ട്രംപ് എന്നുള്ളതിൽ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? നമ്മൾ പണ്ടും കുറേ തെളിവുകൾ കണ്ടതാണ്. ലോകസമാധാനം ഒരിക്കലും ട്രംപ് ആഗ്രഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും.